ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കലാണ്. അപ്പോൾ എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാനിതാ കുറച്ച് കഷ്ണങ്ങൾ ചിക്കൻ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് മസാല തേച്ചെടുക്കണം. ജസ്റ്റ് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് മസാല തേച്ച് പിടിപ്പിക്കുകയാണ്. ഇത് മസാല തേച്ച് അധിക സമയമൊന്നും റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് ഓയിൽ ചൂടാക്കിയതിന് ശേഷം ഇത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഞെരിഞ്ഞ് പോവേണ്ട ആവശ്യമില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇങ്ങനെ ഒരു ഭാഗം ഒന്ന് വെന്ത് വന്നപ്പോൾ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രണ്ട് ഭാഗം ഒന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഈ ചിക്കന് ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റാം. ഇത് നല്ല പോലെ ചിക്കൻ്റെ ഒരു ഫില്ലിങ്സ് ഉള്ള ഒരു സ്നാക്സ് ആണ്. അപ്പോൾ ഇതാ ചിക്കൻ പൊരിച്ചത് ഇത് മുഴുവനായിട്ടും വേണമെന്നില്ല. ഇതിൽ നിന്നൊരു 5-6 പീസൊക്കെ ഞാൻ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ചിക്കൻ പൊരിച്ച ഈ ഓയിലിലേക്ക് തന്നെ സവാള വഴറ്റിയെടുക്കണം. ഇതിനായിട്ട് ഞാനിതാ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല പോലെ ഇതാ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അത് ഈ ഓയിലിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. ഈ ഓയിലിൽ തന്നെ നമ്മൾ വഴറ്റിയെടുത്താലാണ് അതിൻ്റെ ചിക്കൻ്റെ ഒക്കെ ഫ്ലേവറും ഒക്കെ നല്ല പോലെ ഈ മസാലയിൽ ഉണ്ടാവും. സവാള ഒന്ന് വഴന്ന് വരാനായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ സവാളയൊക്കെ നല്ല പോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് ഇതാ ക്യാപ്സിക്കാണ്. അത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ചെറിയൊരു ക്യാരറ്റ്, അതുപോലെ മല്ലിയിലയുമാണ്. ഇതെല്ലാം ഞാൻ ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം ഈ സവാള വഴന്നിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ക്യാപ്സിക്കവും ക്യാരറ്റും ഒന്നും ഓവറായിട്ട് വെന്തുടയേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ഒരു ടേബിൾ സ്പൂൺ അളവിലൊക്കെ ആണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അതും കൂടെ ഇതിലേക്ക് ചേർത്ത് അതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ അതിൻ്റെ പീസൊക്കെ ഒന്ന് നല്ലപോലെ ഇതുപോലെ ഒന്ന് പിച്ചെടുത്തിട്ടുണ്ട്. അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മസാലകൾ ചേർക്കാനുണ്ട്. ഒരു 2 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ ഗരം മസാലപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ അളവിൽ തന്നെ മല്ലിപ്പൊടി കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇത്രയും മസാല തന്നെ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം ചേർത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ഇനി നമ്മൾ ഫ്രൈ ആക്കി വെച്ച ചിക്കൻ്റെ പീസ് അതും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സാക്കണം. പിന്നെ മസാലപ്പൊടിയുടെ ഒക്കെ ഒരു പച്ച മണം പോകുന്നത് വരെ ഒന്ന് വഴറ്റിയാൽ മതിയാവും. അങ്ങനെ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതവിടെ മാറ്റി വെക്കാം. ഇനി ഇതിലേക്കുള്ള മറ്റൊരു കൂട്ട് റെഡിയാക്കണം. ഇനി ഈ സ്നാക്സിലേക്ക് വേണ്ട അപ്പം പോലെ ചുട്ടെടുക്കണം. അതിനായിട്ട് ഒരു മാവ് തയ്യാറാക്കണം. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കപ്പളവിൽ മൈദപ്പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അതുപോലെ
അതിന് അനുസരിച്ച് ഒരു കപ്പ് 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു നുള്ള് കുരുമുളക് പൊടിയും ഉപ്പും ചേർത്ത് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ദാ ഈ ഒരു തിക്നെസ്സിലാണ് മാവുള്ളത്. ഇത് നമുക്ക് നൈസായിട്ട് ഓരോ അപ്പം പോലെ ചുട്ടെടുക്കണം. അപ്പോൾ ഇതാ ഞാൻ പാത്രം ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ഫ്രൈ പാനിൽ. അപ്പോൾ അതിലേക്ക് നമ്മുടെ മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. പാത്രം ഒന്ന് ചൂടായാൽ നമ്മൾ ഓരോ കയ്യിൽ വീതം ഒഴിച്ച് ഒരു ദോശ പോലെ ചുട്ടെടുക്കുകയാണ്. ഈ ദോശ ഏകദേശം ഒന്ന് വെന്ത് വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച ഈ മസാല ഒരു സൈഡിലായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു സൈഡിൽ മസാല നിറച്ചതിന് ശേഷം അപ്പുറത്തെ സൈഡ് ഈ ദോശ ഒന്ന് മറിച്ച് ഇതിൻ്റെ മസാലയുടെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. ശരിക്കും ഇത്രയും ഫില്ലിങ്സ് ചേർക്കേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ചേർത്തത് കുറച്ച് അധികമാണ്. നമ്മൾ 2 3 ലെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കിയാലായിരിക്കും നല്ല കൂടുതലായിട്ട് ഭംഗിയായിട്ടുണ്ടാവുക. പക്ഷെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ചിക്കൻ ഫില്ലിങ്സ് ഒക്കെ ആയതുകൊണ്ട് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ദാ ഇതുപോലെ ഒരു സൈഡിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു കയ്യിൽ മാവ് ഈ ദോശയോട് ചേർത്തി തന്നെ ബാക്കി കൂടെ ഒഴിച്ച് കൊടുക്കുകയാണ്. ഇങ്ങനെ ഓരോ സൈഡും മാവ് ഒഴിച്ച് അതിൽ ഫില്ലിങ്സ് നിറച്ച് മറിച്ചിട്ട് കൊടുത്ത് ഈ സ്നാക്സ് റെഡിയാക്കി എടുക്കാം. പിന്നെ ഇതിൻ്റെയൊക്കെ അറ്റം ഒന്ന് നമ്മൾ പ്രസ് ചെയ്തൊന്ന് ഒട്ടിപ്പിടിപ്പിക്കുന്നത് നന്നായിരിക്കും, പൊട്ടി പോകാതിരിക്കാൻ. ഇതിൽ ശരിക്കും ഞാനിതൊരു 5 6 ലെയറായിട്ട് ചെയ്തത് കാരണമാണ് ഇത്രയും പൊങ്ങി നിൽക്കുന്നത്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. ഒരു 2 3 ലെയർ ചെയ്താൽ തന്നെ നമുക്ക് നല്ല പോലെ ഭംഗിയിൽ കിട്ടും. അപ്പോൾ ഞാൻ ഈ സൈഡിലൊക്കെ കുറച്ച് മാവ് ആക്കി കൊടുക്കുന്നത് ഈ അറ്റമൊക്കെ ഒന്ന് ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഇതാ ഓരോ ലെയറും ഞാൻ മറിച്ചിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അതാ ഫൈനലായിട്ട് നമ്മുടെ സ്നാക്സ് ഇങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇത് ശരിക്കും ഞാൻ ഓവറായിട്ട് ഫില്ലിങ്സ് നിറച്ചതുകൊണ്ടാണ് ഇങ്ങനെ ആയത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് കഴിച്ചതിന് ശേഷമാണ് വീഡിയോ ചെയ്യുന്നത്. ഇതാ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. നല്ല സ്പൈസി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ആക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും ബായ്.